ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അച്ചാറാണ്. കൂടുതൽ വെളുത്തുള്ളിയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു വെളുത്തുള്ളി അച്ചാറാണ് ഉണ്ടാക്കുന്നതെന്ന്. അതല്ല, ഈ അച്ചാർ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ഏറെ വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട്. പക്ഷേ ഈ വെളുത്തുള്ളി തയ്യാറാക്കുന്നത് ഇച്ചിരി പൊളിച്ചെടുക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മിക്കവർക്കും. കാരണം കൈ നീറും, ഒരു എരിച്ചിലും പുകച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് വളരെ അങ്ങ് മടിക്കും. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വെളുത്തുള്ളി നമുക്ക് വൃത്തിയാക്കി എടുക്കുന്ന ഒരു ടിപ്പ് കൂടി കാണിച്ചിട്ട് നമുക്ക് അച്ചാറിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെ വെളുത്തുള്ളി അതിൻ്റെ വലിയ കട്ടിയുള്ള ഭാഗം കളഞ്ഞിട്ട് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നമ്മൾ അല്പം അരിപ്പൊടി വിതറി ഇതൊന്ന് തിരുമിയെടുത്താൽ വെളുത്തുള്ളി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്കിതിൻ്റെ തോല് കളഞ്ഞ് എടുക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കുറച്ചേറെ വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അരിപ്പൊടി വിതറി ഇത് നന്നായിട്ടൊന്ന് തിരുമിയെടുക്കുന്നുണ്ട്. ഇതൊരു മുറത്തിലിട്ട് കൈ കൊണ്ട് തിരുമുമ്പോൾ എളുപ്പം നമുക്ക് തൊലി കളയാൻ പറ്റും. ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് ഒരു പ്ലേറ്റിൽ ഇട്ടാണിങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് റെഡിയാക്കി കുറച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചാൽ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് പിന്നീടത് എടുക്കാൻ പറ്റും. അന്നേരം നമുക്കിത് തൊലി കളഞ്ഞെടുക്കാതെ ഇത് നമുക്ക് വൃത്തിയാക്കി ഇതുപോലെ വെള്ളം ഒന്നും തൊടാതെ ഇതിങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. കഴുകിയൊന്നും വേണ്ട, ഇങ്ങനെ വൃത്തിയാക്കി എടുത്താൽ മതി. കുറേ നാൾ നമുക്കത് വെക്കാനും പറ്റും. അങ്ങനെ ഞാൻ എടുത്ത വെളുത്തുള്ളിയെല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് വെളുത്തുള്ളി മാത്രം മതി ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന അച്ചാറിന്. ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങ അച്ചാറാണ്. ഒരു 1/2 കിലോ മാങ്ങ ഞാൻ ഉപ്പ് ഇട്ട് അതിൻ്റെ നീരൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചൂട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് അത് തിളപ്പിച്ച് അതിൽ നിന്ന് ഞാനൊരു കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് അവസാനം അച്ചാറിലേക്ക് ഒഴിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പം ഈ നല്ലെണ്ണയൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാണ് ചേർക്കുന്നത്. എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല, അരിഞ്ഞിട്ടാലും മതി. ഞാൻ ചതച്ച് ചേർത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് ഒരല്പം ഒന്ന് കളർ മാറി വരുമ്പോൾ നമ്മളിതിലേക്കൊരു മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടിയും കായപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും മസാലകളാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനിയും ഉള്ളിയൊക്കെ വഴന്ന് വന്നതിലേക്ക് നമുക്ക് ഈ മസാലപ്പൊടികളിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരിയുടെ ചേർത്ത് കഴിഞ്ഞാൽ ഉടനെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് വിനാഗിരിയുടെ ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കും. വിനാഗിരി ഒന്ന് തിളച്ച് ഈ മസാലയൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ മാങ്ങ അച്ചാർ റെഡിയായി. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലിട്ട് തീ നിർത്തിയിട്ടുണ്ട്. ഇനിയും നമുക്കിതിന് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ കൂടുതൽ ചാറായിട്ട് ഗ്രേവിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി കൂടുതൽ ചേർക്കാം. ഇത് പുളിയുള്ള മാങ്ങയുടെ ഒക്കെയാണ്, അതുകൊണ്ട് ഞാൻ നല്ല കുഴച്ചെടുക്കുന്ന അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇനി മാങ്ങയോടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആദ്യം തിളപ്പിച്ചപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ, കുറച്ച്
നല്ലെണ്ണ ഉണ്ടല്ലോ, അത് നമ്മൾ ഈ അച്ചാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഇത് വളരെ നാൾ കേടുകൂടാതിരിക്കും. നല്ല ടേസ്റ്റാണ്. മാങ്ങ വെന്തൊന്നും പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടിത് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. മിക്കവർക്കും അറിയാം. അച്ചാറുണ്ടാക്കാൻ അറിയാത്തവർ കുറവാണ്. മിക്കവർക്കും അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. പെട്ടെന്ന് തയ്യാറാക്കാം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണം. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മൂത്ത് വന്ന മസാലയും മാങ്ങയും എല്ലാം കൂടെ ഇളക്കിയതിലേക്ക് നമ്മൾ ഈ നല്ലെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് തണുക്കുമ്പോൾ ഒരു കുപ്പിയിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യമനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.